അൽ കൻസ് കൻസ് എന്ന രണ്ടാമത്തെ പാഠം പഠിക്കാം. കൻസ് എന്നാൽ നിധി എന്നാണ് അർത്ഥം. ട്രഷർ, നിധി. അതായത് ഇവിടെ പച്ചക്കറിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾ നമുക്കൊരു നിധിയാണ്. രാസവളമൊന്നും ചേർക്കാതെ, വിഷാംശങ്ങളൊന്നുമില്ലാതെ ശുദ്ധമായ പച്ചക്കറി നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ നമുക്കൊരു നിധിയാണ്. വസല ഇഹ്സാനുൻ മഅ വാലിദിഹി ഇലൽ മഅരിൽ സിറാഇ. ഇഹ്സാൻ തൻ്റെ പിതാവിൻ്റെ കൂടെ കാർഷിക എക്സിബിഷനിലേക്ക് എത്തി. വസല ഇഹ്സാൻ എത്തി മഅ വാലിദിഹി തൻ്റെ പിതാവിൻ്റെ കൂടെ ഇലൽ മഅരിൽ സിറാഇ കൃഷി എക്സിബിഷനിലേക്ക്, കാർഷിക പ്രദർശനത്തിലേക്ക്. ഷാഹദ അക്ഷാക്കൻ മുഖ്തലിഫത്തൻ, അവർ വിവിധ സ്റ്റാളുകൾ കണ്ടു. അക്ഷാക്ക് മീൻസ് സ്റ്റാളുകൾ. ഓരോ സ്റ്റാളുകളായിട്ടാണ് പ്രദർശനം, എക്സിബിഷൻ ഉണ്ടാവുക. ഒരു സ്റ്റാളിൽ മുഴുവൻ വിത്തുകളായിരിക്കും, അടുത്ത സ്റ്റാളിൽ തൈകളായിരിക്കും, വേറൊരു സ്റ്റാളിൽ വളങ്ങളായിരിക്കും. അങ്ങനെ പല സ്റ്റാളുകളായിട്ട്. ഖാല ഇഹ്സാൻ പറഞ്ഞു, യാ അബി, ഉപ്പ, അലാ നസ്തരി ബാദൽ ബുദൂർ, നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങുകയല്ലേ? അലാ നസ്തരി, നമ്മൾ വാങ്ങുന്നില്ലേ? ബാദൽ ബുദൂർ, കുറച്ച് വിത്തുകൾ മാത്രമല്ല, വശത്തലാത്ത്, കുറച്ച് തൈകളും വിത്തുകളും നമ്മൾ വാങ്ങുന്നില്ലേ? വനഗ്രിസുഹാ ഫിൽ ഹഖാഇബി അലാ സത്ഹിൽ മൻസിലിന, എന്നിട്ട് നമുക്കത് ബാഗുകളാക്കിക്കൊണ്ട് ബാഗുകളിൽ നമ്മുടെ ടെറസിൻ്റെ മേലെ നട്ടുകൂടെ? വനഗ്രിസുഹ, ഗറസ മീൻസ് നടുക, നഗ്രിസു നമുക്കതിനെ നട്ടുകൂടെ? ഫിൽ ഹഖാഇബി, ബാഗുകളിൽ, വിത്ത് നടാൻ ഉപയോഗിക്കുന്ന ബാഗുകളിൽ. അലാ സത്ഹി മൻസിലിന, നമ്മുടെ വീടിൻ്റെ ടെറസിൽ. സത്ഹ് മീൻസ് ടെറസ്. ഖാലൽ വാലിദ്, അപ്പോൾ ഉപ്പ പറഞ്ഞു, നഅം, അതെ, ദാലിക അമലുൻ റാഇഉൻ വ മുഫീദുൻ, അത് ഉപകാരപ്രദമായ വളരെ നല്ലൊരു പ്രവർത്തനമാണ്. ഏത്? ടെറസിൻ്റെ മേലെ ബാഗുകളിലാക്കിയിട്ട് കൃഷി ചെയ്യുക എന്നത്. ദാലിക അമലുൻ റാഇഉൻ, അതൊരു മനോഹരമായ പ്രവർത്തനമാണ്. വ മുഫീദുൻ, ഉപകാരപ്രദമായതുമായ പ്രവർത്തനമാണ്. സനസ്തരി, നമുക്ക് വാങ്ങാം. അങ്ങനെ ഇവർ വിത്തുകളും തൈകളുമൊക്കെ വാങ്ങി. ഇന്ദൽ ഖുറൂബി, അസ്തമയത്തോടെ, റജ ഇഹ്സാൻ മഅ വാലിദിഹി ഇലൽ മൻസിൽ, ഇഹ്സാൻ പിതാവിൻ്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങി. റജ ഇന്ദൽ ഖുറൂബി മീൻസ് അസ്തമയത്തോടെ, അതായത് വൈകുന്നേരം. റജ ഇഹ്സാൻ മടങ്ങി, മഅ വാലിദിഹി പിതാവിൻ്റെ കൂടെ, ഇലൽ മൻസിൽ വീട്ടിലേക്ക് മടങ്ങി. വശാത്തറൽ ഇഅ്ലാന ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ, എന്നിട്ട് ആ പരസ്യം ക്ലാസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു. ഷാത്തറ, ഷെയർ ചെയ്തു. വാട്സപ്പ് മെസ്സേജ് ആയിട്ടാണ് ഈ പരസ്യം ഇഹ്സാന് കിട്ടിയതല്ലേ. അപ്പോൾ ആ പരസ്യം അവൻ എന്ത് ചെയ്തു? ഷാത്തറ, ഷെയർ ചെയ്തു. എങ്ങോട്ടേക്ക്? ഫിൽ മജ്മുഅത്തിൽ ഫസ്ലിയ, ക്ലാസ് ഗ്രൂപ്പിലേക്ക്. ഖറഅത്തുല്ലാബ്, അതായത് ക്ലാസ്സിലെ കുട്ടികളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. ഖറഅത്തുല്ലാബു അൽ ഇഅ്ലാന, അങ്ങനെ കുട്ടികളൊക്കെ ആ പരസ്യം വായിച്ചു. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, നഅം, അതെ, നഗ്രിസു വ നസ്റഉ ഫിൽ മദ്രസ, നമുക്ക് സ്കൂളിൽ കൃഷി ചെയ്യാം. നമുക്കും ഈ വിത്തുകളൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം? സ്കൂളിൽ കൃഷി ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നഗ്രിസു നടുക, നസ്റഉ കൃഷി ചെയ്യുക. അങ്ങനെ ഇനി നുനാഖിഷു വ നുഇദ്ദു മുദക്കിറത്തൻ അനി സിറാഅ, കൃഷിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാം. അതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അസ്സിറാഅത്തു, കൃഷി, ലഹ അഹമിയത്തുൻ കബീറത്തുൻ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അഹമിയത്ത്, പ്രാധാന്യം. ഫി ഹയാത്തിൽ ഇൻസാനി, മനുഷ്യൻ്റെ ജീവിതത്തിൽ കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. വഹിയ മസ്ദറുൻ ലിൽ റിസ്ഖി, അത് ഭക്ഷണത്തിൻ്റെ സോഴ്സാണ്, മസ്ദറാണ്, ഉറവിടമാണ്. കൃഷിയിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത്. ഏത് ഭക്ഷണമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം കൃഷിയായിരിക്കും അല്ലേ. ഫി ബിലാദിന, നമ്മുടെ രാജ്യത്ത്, അൻവാഉൻ സിറാഇയത്തുൻ മുഖ്തലിഫത്തുൻ, വിവിധ ഇനം കൃഷികളുണ്ട്. അൻവാഉൻ സിറാഇയ, കൃഷികളുടെ ഇനങ്ങളുണ്ട്. മുഖ്തലിഫത്തുൻ, വിവിധ തരത്തിലുള്ള. വമിൻ അഹമിഹ, അതിൽ പ്രധാനപ്പെട്ടതാണ് അൽ അർസു വൽ ഖമഹു, അരിയും ഗോതമ്പും അല്ലേ. നെല്ലും ഗോതമ്പുമാണ് പ്രധാനപ്പെട്ട കൃഷി. പിന്നെയോ, അത് മാത്രമാണോ? വസിറാഅത്തുൽ ഖളറാവാത്തി, പിന്നെ പച്ചക്കറികളുണ്ട്, പച്ചക്കറി കൃഷികൾ. മിസലൽ ബാമിയ, വെണ്ടക്ക പോലെ. വത്തമാത്തിം, പിന്നെ തക്കാളി. വൽ ബത്താത്ത, പൊട്ടറ്റോ,
വ അദസ് പയറ്, വൽ ബസൽ ഉള്ളി പോലുള്ള പച്ചക്കറി കൃഷികളുമുണ്ട്. പിന്നെ വൽ ഫവാക്കിഹ് പഴങ്ങളുമുണ്ട് അല്ലേ, മിസല തുഫാഹി ആപ്പിൾ പോലെ, വൽ നബി മുന്തിരി, വ റുമ്മാൻ അനാർ, വൽ ബുർത്തക്കാൽ നാരങ്ങ, വൈരിഹ അതേപോലുള്ള പഴങ്ങൾ, മാഞ്ചാല മാങ്ങണ്ട്. ഫസിറാഅത്തു സഖാഫത്തുന കൃഷി നമ്മുടെ സംസ്കാരമാണ്. ഇതേപോലെ കൃഷിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. ഇതേപോലെ തന്നെ എഴുതണമെന്നില്ല, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ മല ഇഹ്സാൻ അൽ ഹഖാഇബ ബിത്തുറാബി ഇഹ്സാൻ ബാഗുകളിൽ മണ്ണ് നിറച്ചു. മല നിറച്ചു, അൽ ഹഖായിബ ബാഗുകളിൽ നിറച്ചു, ബിത്തുറാബ് മണ്ണ്, വൽ അസ്മിത മണ്ണും വളങ്ങളും, അസ്മിതത്ത് വളങ്ങൾ, വൽ അസ്മിതത്ത് ത്വബീഇയ്യത്ത ജൈവവളങ്ങൾ, ജൈവവളങ്ങളാണ് നിറച്ചത്. എന്താണ് ജൈവവളങ്ങൾ? ചാണകവും മറ്റുമൊക്കെയാണ് ജൈവവളങ്ങൾ അല്ലേ. വ ബദറൽ ബുദൂറ എന്നിട്ട് വിത്ത് പാകി, വിത്ത് വിതറി. വഗറസ ശതലാത്ത തൈകൾ കുഴിച്ചിട്ടു. വബദ യസ്കി കുല്ല യൗമിൻ എല്ലാ ദിവസവും നനക്കാൻ തുടങ്ങി. ബദ തുടങ്ങി, യസ്കി നനക്കുക, ബദ യസ്കി അവൻ നനക്കാൻ തുടങ്ങി, കുല്ല യൗമിൻ എല്ലാ ദിവസവും, സബാഹൻ വ മസാഅൻ രാവിലെയും വൈകുന്നേരവും. അങ്ങനെ നബത്തത്തിൽ ബുദൂറു വിത്തുകൾ മുളച്ചു. വനമത്തിൽ ശതലാത്തു തൈകൾ വളർന്നു, നമാ വളർന്നു. യൗമൻ ബഅദ യൗമിൻ ദിനേന ഓരോ ദിവസം കഴിയുന്തോറും തൈകൾ വളർന്നു വന്നു. അങ്ങനെ അസ്മറത്ത് അത് കായ്ച്ചു. ഹത്ത ഹസദൽ അദസ ഹത്ത ഹസദ അങ്ങനെ അവനത് കൊയ്തു. ഹസദ എന്ന് പറഞ്ഞാൽ എന്താ? കൊയ്തു, വിളവെടുത്തു. അൽ അദസ പയറ് വിളവെടുത്തു. വത്തമാത്തിമ തക്കാളി, വൽ ബാദിഞ്ചാൻ വഴുതനങ്ങ, വൽ ബാമിയ വെണ്ടക്ക എല്ലാം വിളവെടുത്തു. ഫംതല ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നേരത്തെ ആദ്യം മല എന്ന് പറഞ്ഞില്ലേ, മല നിറച്ചു എന്നാണ്. ഇവിടെ ഇംതല എന്ന് പറഞ്ഞാലോ നിറഞ്ഞു. ഇംതല ഖൽബുഹു അവന്റെ ഹൃദയം നിറഞ്ഞു, അവന്റെ മനസ്സ് നിറഞ്ഞു. ബിൽ ഫറഹി വസ്സുറൂരി സന്തോഷം കൊണ്ട്. അങ്ങനെ എല്ലാം കാഴ്ച കിട്ടിയപ്പോൾ, വിളവെടുത്തപ്പോൾ അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. വഫി യോമിൽ മുസാരിയന അങ്ങനെ കർഷക ദിനത്തിൽ, യോമുൽ മുസാരിയന മീൻസ് കർഷക ദിനം. അഅദ്ദ ഇഹ്സാനു മഅ്ദുബതൻ ഇഹ്സാൻ ഒരു സദ്യ ഒരുക്കി. മഅ്ദുബതൻ ഫാഖിറതൻ വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി. ഫി ബൈത്തിഹി തൻ്റെ വീട്ടിൽ. കർഷക ദിനത്തിൽ ഇഹ്സാൻ ഈ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വലിയൊരു സദ്യ ഉണ്ടാക്കി. വദ ആ സുമലാഅഹു ഇലൈഹ എന്നിട്ട് അവൻ്റെ കൂട്ടുകാരെയൊക്കെ ആ സദ്യയിലേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചു. സുമലാഅഹു അവൻ്റെ കൂട്ടുകാരെ, ഇലൈഹ ഇലൽ മഅ്ദുബത്തി സദ്യയിലേക്ക്. തനാവലു അൽ വജ്ബത്ത അവർ ഫരിഹീന സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. തനാവല ഭക്ഷണം കഴിച്ചു. തനാവലു അൽ വജ്ബത്ത വജ്ബത്ത് ഭക്ഷണം. അവർ ഭക്ഷണം കഴിച്ചു. ഫരിഹീന സന്തോഷത്തോടെ. വ അഅ്താഹും കീസൻ വ അഅ്താ ഇഹ്സാൻ അവർക്ക് നൽകി. കീസൻ മിനൽ ഖുലാരി വൽ ഫവാക്കിഹി ഹദിയത്തൻ ഒരു ബാഗ്, ഒരു സഞ്ചി പച്ചക്കറിയും ഫ്രൂട്ടുകളും സമ്മാനമായിട്ട് അവർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സദ്യക്ക് വന്ന കുട്ടികൾക്കൊക്കെ ഇഹ്സാൻ എന്ത് ചെയ്തു? ഓരോ സഞ്ചിയിൽ പച്ചക്കറികളും ഫ്രൂട്ടും നിറച്ച് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. അഅ്താ മീൻസ് നൽകി. അഅ്താഹും അവൻ അവർക്ക് നൽകി. കീസൻ മിനൽ ഖുലാരി ഒരു കീസ്, ഒരു സഞ്ചി പച്ചക്കറികളും വൽഫവാക്കി പഴങ്ങളും. ഹദിയത്തൻ എങ്ങനെയാ നൽകിയത്? പൈസ കാണോ? സമ്മാനമായിക്കൊണ്ടാണ് നൽകിയത്, വെറുതെ കൊടുത്തു. ഓക്കെ, ഇനി നുഇദ്ദു അദദ സുമലായി ആ കഥ കഴിഞ്ഞു. ഇനി കൂട്ടുകാരുടെ എണ്ണം നമുക്ക് തയ്യാറാക്കാം. എണ്ണം നഉദ്ദു മീൻസ് എണ്ണാം. അദദ സുമലായി കൂട്ടുകാരുടെ എണ്ണം. ഇവിടെ എത്ര കൂട്ടുകാരുണ്ട്? ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ. ഒരു വിദ്യാർത്ഥി എന്നതിന് ത്വാലിബുൻ വാഹിദുൻ എന്ന് പറയും. രണ്ടാണെങ്കിലോ ത്വാലിബാനി ഇസ്നാനി. മൂന്ന് വിദ്യാർത്ഥികളാണെങ്കിൽ സലാസത്തു തുല്ലാബിൻ. അപ്പോൾ ഒന്നും രണ്ടും ആദ്യം ത്വാലിബ് പറഞ്ഞുകൊണ്ട് പറയുക അല്ലേ. ത്വാലിബുൻ വാഹിദുൻ, ത്വാലിബാനി ഇസ്നാനി. മൂന്നാകുമ്പോഴോ മാറി. 3 മുതൽ 10 വരെ വേറെ രൂപമാണ്. സലാസത്തു തുല്ലാബിൻ അങ്ങനെ പറയണം. ഓക്കെ, എണ്ണപ്പെടുന്ന വാക്കിനെ ജം ആക്കണം. അതേപോലെ അവസാനത്തെ അക്ഷരത്തിന്
കസ്ർ നൽകണം. സലാസത്തു തുല്ലാബിൻ, അർബഅത്തു തുല്ലാബിൻ 4 വിദ്യാർത്ഥികൾ, ഖംസത്തു തുല്ലാബിൻ 5 വിദ്യാർത്ഥികൾ, സിത്തത്തു തുല്ലാബിൻ 6, സബഅത്തു തുല്ലാബിൻ 7 വിദ്യാർത്ഥികൾ, സമാനിയത്തു തുല്ലാബിൻ 8, തിസ്അത്തു തുല്ലാബിൻ 9, അശറത്തു തുല്ലാബിൻ 10 വിദ്യാർത്ഥികൾ. ഓക്കെ, ഇങ്ങനെയാണ് എണ്ണുക. ഇനിയോ 11 എന്ത് പറയും? അഹദ അഷറ. ഇവിടെ എണ്ണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തുല്ലാബ് എന്നത് മുദക്കറാണ് അല്ലേ, ആൺകുട്ടികളല്ലേ. ഇനി തുല്ലാബിന്റെ പകരം ത്വാലിബാത്താണെങ്കിലോ, ത്വാലിബാത്താണെങ്കിൽ 10 പറയുന്നതെങ്കിൽ അഷറു ത്വാലിബാത്തിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, സമാനി ത്വാലിബാത്തിൻ എന്ന് പറയണം. അതായത് എണ്ണപ്പെടുന്ന വാക്ക് മുഅന്നസ് ആണെങ്കിൽ എണ്ണത്തെ നമ്മൾ മുദക്കറാക്കണം. എണ്ണപ്പെടുന്ന വാക്ക് മുദക്കറാണെങ്കിൽ എണ്ണത്തെ മുഅന്നസാക്കണം. ഇവിടെ തുല്ലാബ് മുദക്കറാണ്, അതുകൊണ്ടാണ് ഇതിലുള്ള എണ്ണങ്ങളെ മുഅന്നസാക്കി പറഞ്ഞിരിക്കുന്നത്. അഷറത്തു, തിസ്അത്തു, സമാനിയത്തു എന്നല്ല പറഞ്ഞത്, അവസാനം താഴ് ചേർത്തുകൊണ്ട്. അവസാനം താഴ് ചേർത്താൽ മുഅന്നസാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ മുദക്കറായതുകൊണ്ടാണ് ആ എണ്ണത്തെ മുഅന്നസാക്കിയത്. ഇനി നേരെ തിരിച്ചാകുമ്പോൾ എന്ത് ചെയ്യണം? എണ്ണത്തെ മുദക്കറാക്കണം. ഇനി നതറഫ് വനുക്കുമിലും നമുക്ക് മനസ്സിലാക്കാൻ പൂരിപ്പിക്കാം. 11 എന്താ പറയുക? അഹദ അഷറ. 12 ഇസ്ന അഷറ. 13 സലാസത്ത അഷറ. 14 അർബഅത്ത അഷറ. അതേപോലെ 15 ഖംസത്ത അഷറ. 16 സിത്തത്ത അഷറ. 17 സബഅത്ത അഷറ. 18 സമാനിയത്ത അഷറ. 19 തിസ്അത്ത അഷറ. 20 ഇശ്റൂന. ഓക്കെ, ഇനി നഖറ വനക്തുബു നമുക്ക് വായിക്കാൻ എഴുതാം. ഇവിടെ കുറച്ച് പച്ചക്കറികൾ പറയുന്നുണ്ട്, നോക്കാം. വെണ്ടക്ക പറയുകയാണ്, ലൗനി അഹ്ലർ, എൻ്റെ നിറം പച്ചയാണ്. ജിസ്മി തൊവീലുൻ വ നഹീലുൻ, എൻ്റെ ശരീരം നീണ്ടതും മെലിഞ്ഞതുമാണ്. തൊവീലുൻ നീണ്ടത്, നഹീലുൻ മെലിഞ്ഞത്. ജിസ്മി എൻ്റെ ശരീരം. അന ഖനിയത്തും ബിൽ വിറ്റാമിനാസ്, ഞാൻ വിറ്റാമിനുകളാൽ സമ്പന്നയാണ്. യസ്തഖ്ദിമുനി അന്നാസു, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. യസ്തഖ്ദിമു ഉപയോഗിക്കുന്നു, നീ എന്നെ, അന്നാസു ജനങ്ങൾ, ദായിമൻ എപ്പോഴും, ഫിൽ ഇദാമി കറിയിൽ, ഇദാമ മീൻസ് കറി, ജനങ്ങൾ എന്നെ എപ്പോഴും കറിയിൽ ഉപയോഗിക്കുന്നു. അന മിനൽ ഖളറാവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. ആരാണിത്? ബാമിയ അല്ലേ. ഇനി യഖ്തീനാണ് ഈ പറയുന്നത്. എന്താ യഖ്തീൻ? കുമ്പളം അല്ലെങ്കിൽ മത്തങ്ങ. ലൗനി അസ്ഫർ, എൻ്റെ നിറം മഞ്ഞയാണ്. ജിസ്മി ദാഇരിയുൻ വസമീനുൻ, എൻ്റെ ശരീരം ഉരുണ്ടതും തടിച്ചതുമാണ്. ദാഇരിയുൻ മീൻസ് ഉരുണ്ടത്, സമീനുൻ തടിച്ചത്. അന ഖനിയത്തുൻ ബിൽ വിറ്റാമിനാത്ത്, ഞാൻ വിറ്റാമിനുകളാൽ സമ്പന്നയാണ്. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാമി, ജനങ്ങൾ എപ്പോഴും എന്നെ കറിയിൽ ഉപയോഗിക്കാറുണ്ട്. അന മിനൽ ഖളറാവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. മേലെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അതേപോലെ തക്കാളിയെക്കുറിച്ച് എഴുതണം, പിന്നെ പഴം അല്ലേ, വാഴപ്പഴം, പിന്നെ ഉള്ളി. ഇത് 3നെ കുറിച്ച് കൂടെ നമുക്ക് എഴുതി നോക്കാം. ആദ്യം തക്കാളി. തക്കാളി എന്ത് പറയും? ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. ജിസ്മി ദാഇരിയുൻ വ സഗീറുൻ, എൻ്റെ ശരീരം ഉരുണ്ടതാണ് ചെറുതുമാണ്. സഗീറുൻ ചെറുത്. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിൽ ഇദാമി, ജനങ്ങൾ എപ്പോഴും എന്നെ കറിയിൽ ഉപയോഗിക്കാറുണ്ട്. അന മിനൽ ഖളറാവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. അന ടൊമാത്തിം അല്ലേ, ടൊമാറ്റോ ആണ്. അടുത്തത് പഴമായിരുന്നു അല്ലേ. പഴത്തിനെ കൊണ്ട് നമുക്ക് ലൗനി അസ്ഫർ എന്ന് പറയാം. എൻ്റെ നിറം മഞ്ഞയാണ്. ജിസ്മി തൊവീലുൻ, എൻ്റെ ശരീരം നീണ്ടതാണ് അല്ലേ, നീളമുള്ളതല്ലേ പഴം. യസ്തഖ്ദിമുനി അന്നാസു ദായിമൻ ഫിസ്സലത്ത, ജനങ്ങൾ എന്നെ എപ്പോഴും സാലഡിൽ, ഫ്രൂട്ട് സാലഡുകളിൽ ഉപയോഗിക്കാറുണ്ട്. അന മിനൽ ഫവാക്കിഹി, ഞാൻ ഫ്രൂട്ട്സിൽ പെട്ടതാണ്. ലൗനി ഉർജുവാനിയുൻ, എൻ്റെ നിറം ഉർജുവാനിയാണ്, പർപ്പിളാണ്, പർപ്പിൾ നിറമാണ്, അല്ലെങ്കിൽ ബനഫ്സജി എന്ന് പറയാം, വയലറ്റ് നിറം. ജിസ്മി ദാഇരിയുൻ വ സഗീറുൻ, എൻ്റെ ശരീരം ഉരുണ്ടതും ചെറിയതുമാണ്. യസ്തഖ്ദിമുനി അന്നാസു, ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ദായിമൻ എപ്പോഴും, ഫിൽ ഇദാമി കറിയിൽ. അന മിനൽ ഖളറാവാത്ത്, ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ്. ഇസ്മി ബസൽ, എൻ്റെ പേരെന്താണ്? ബസലാണ് അല്ലേ, ഉള്ളിയാണ്. ഇനി നഖറൽ കലിമാത്ത് വനതഅറഫ അലൽ ഹുറൂഫി ശംസിയ വൽ ഖമരിയ. അൽ ഹുറൂഫി ശംസിയ വൽ ഖമരിയ അറിയാമല്ലോ, അലിഫ്ലാം ചേരുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ അലിഫ്ലാം ചേരുകയും ആ വാക്ക് വായിക്കുമ്പോൾ അലിഫ്ലാമിലെ ലാം ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ
ആ അക്ഷരത്തിന് അൽ ഹുറൂഫുൽ അൽ ഹർഫുൽ ഖമരി എന്ന് പറയും. ഉച്ചരിക്കുന്നില്ല എങ്കിൽ അൽ ഹർഫു ഷംസി എന്ന് പറയും. ഉദാഹരണത്തിന് ഇവിടെ ഷത്തിലത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അശത്തിലത്തു എന്നാണ് പറയുക, അൽ ഷത്തിലത്തു എന്ന് പറയില്ല. അതുകൊണ്ട് ഷീന് ഹർഫു ഷംസിയ ആണ്. ഇവിടെ അൽ ബുദൂറു എന്ന് കാണാം അല്ലേ. അബ്ബുദൂറു എന്ന് പറയില്ല, അൽ ബുദൂറു എന്നാണ് പറയുക. ലാമിനെ ഉച്ചരിച്ചു, ല് എന്ന് ഉച്ചരിച്ചു. അതുകൊണ്ട് ബാ ഹർഫിന് ഖമരിയാണ്. ഓക്കെ. അത്വമാത്തിമു ലാം ഉച്ചരിച്ചിട്ടില്ല, അപ്പോൾ ത്വാ അൽ ഹുറൂഫുൽ ഷംസിയയിൽപ്പെട്ടതാണ്. അൽ ഫവാക്കിഹു ലാം ഉച്ചരിച്ചു, അപ്പോൾ ഫാ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. അങ്ങനെ നമ്മുടെ പാഠഭാഗത്തുള്ള അൽ ഹുറൂഫുൽ ഷംസിയ വരുന്ന ഷംസിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ ഈ തുല്ലാബ് എന്നതിൻ്റെ അടിയിൽ എഴുതുക. അൽ ഹുറൂഫുൽ ഖമരിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളൊക്കെ അൽ മാരിലിൻ്റെ അടിയിലും എഴുതുക. ഉദാഹരണമായിട്ട് ആദ്യത്തെ 1-2 നമുക്ക് നോക്കാം. ബാക്കി നിങ്ങൾ ചെയ്യുക. വസല ഇഹ്സാനുമായ വാലിദി ഇലൽ അൽ മാരിൽ അല്ലേ, അതവിടെ കൊടുത്തു. അസ്സിറായി എന്ന് കാണുന്നുണ്ട്. അസ്സിറായി എന്ന് പറയുമ്പോൾ സായിൻ്റെ മുമ്പിലുള്ള അലിഫ്ലാമിലെ ലാമ നമ്മൾ ഉച്ചരിച്ചിട്ടില്ല, അൽ സിറായി എന്ന് പറഞ്ഞിട്ടില്ല, അസ്സിറായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസ്സിറായി എന്ന വാക്ക് ഹുറൂഫു ഷംസിയയിൽ പെട്ടതാണ്. പിന്നെയോ അൽ ബുദൂർ എന്ന് കാണുന്നുണ്ട് അല്ലേ. അൽ ബുദൂർ എന്ന് നേരത്തെ പറഞ്ഞു. അൽ ഹക്കായിബ് കാണുന്നുണ്ട്, ഫിൽ ഹക്കാബി. അപ്പോൾ അൽ ഹക്കായിബ് എന്ന് എഴുതുക. അൽ ഹക്കായിബ് ഏത് കോളത്തിലെഴുതും? അൽ ഹുറൂഫുൽ ഖമരിയയുടെ കോളത്തിലെഴുതും. കാരണം ഹായിൻ്റെ മുമ്പ് അലിഫ്ലാം വന്നപ്പോൾ അൽ എന്ന് ലാമിനെ, അലിഫ്ലാമിലെ ലാമിനെ ൽ എന്ന് നമ്മൾ ഉച്ചരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അൽ ഹക്കായിബ് അത് അൽ ഹക്കായിബിലെ ഹാ ഹുറൂഫുൽ ഖമരിയയിൽ പെട്ടതാണ്. ഓക്കെ. അതേപോലെ നമ്മൾ കണ്ടെത്തി എഴുതുക ഈ പാഠഭാഗം വായിച്ചു നോക്കിയിട്ട്. ഇനി ഇതോടെ ഈ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പറയാം.